നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം ഇഷിതയെ വിളിച്ച മഹേഷ് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. കാരണം ആകാശ് വിളിച്ച കാര്യങ്ങളൊക്കെ ഇഷിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എന്താ ഏതാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇഷിത എല്ലാം പറഞ്ഞു. അവസാനം അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തിന് മഹേഷിന് സഹിച്ചില്ല. അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, അവനിട്ടൊരു പണി കൊടുക്കണമല്ലോ. അവൻ വെൽവിഷറാന്ന് പറഞ്ഞിട്ട് ഒരു വട്ടമല്ല 2-3 വട്ടമായി ഇപ്പം ഇഷിതയെ വിളിക്കുന്നത്. താനും രചനയും തമ്മിൽ അവര് അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അതുവഴി തൻ്റെ ഇഷിതയുടെ ബന്ധം തകർക്കുക, അത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ, അവനെ കയ്യോടെ പിടികൂടണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവസാനം മഹേഷ് എന്ത് ചെയ്യണം, അവനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനി അവനൊരു വാണിംഗ് കൊടുത്തില്ലെങ്കിൽ അവൻ ഇനിയും കയറി നിരങ്ങും. അതൊരു കാരണവശാലും പാടില്ല. മുളയില്ലേ നുള്ളിക്കളയേണ്ട കാര്യങ്ങൾ നുള്ളിക്കളയണം എന്ന് കരുതിയിട്ട് മഹേഷ് എന്ത് ചെയ്യണം, മഹേഷിന്റെ ഫോണിൽ നിന്ന് ആകാശിനെ വിളിക്കുകയാണ്. ഈ സമയത്ത് ആകാശ് ഓർത്തു, ഇവൻ എന്തിനായിരിക്കും പോലും ഈ സമയത്ത് വിളിക്കുന്നേ, കോൾ എടുത്ത് കളയാം എന്നൊക്കെ കരുതിയിട്ട് കോൾ എടുക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, ഹലോ വെൽവിഷർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് തിരക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആകാശ് ഒന്ന് ഞെട്ടി. ആകാശിന് മനസ്സിലായി ഇഷിത എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് ആകാശ് ചോദിച്ചു, നീ എന്താടാ പറഞ്ഞ, വെൽവിഷർന്നോ? എന്താ വെൽവിഷർ എന്ന് കേട്ടിട്ടില്ലെന്ന് ചോദിക്കുക. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ ഭംഗിയായിട്ട് നീ നിർവഹിക്കുന്നുണ്ടല്ലോ ആകാശ്. കൃത്യസമയത്ത് വേണ്ടുന്ന വിവരങ്ങളൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ട്. ഒന്നും അവളോട് പറയേണ്ടതായിട്ട് വരുന്നില്ലെന്ന് പറയണം. ദേ മഹേഷേ, നീ വെറുതെ അനാവശ്യമായിട്ട് പറയരുത്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. എടാ ആകാശേ, നീ എന്താ ഏതാന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ ഇപ്പം നിന്നെ ഞാൻ വിളിക്കുന്നേ. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ഭാര്യയെ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഇഷിത ആരാ എന്താണെന്നറിയാലോ. ഇഷിതയെക്കുറിച്ച് നീ ശരിക്കും വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞു വെക്കുന്ന നല്ലതാ. ആരെങ്കിലും എന്തെങ്കിലും ഒരു വെൽവിഷാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്നതല്ല എൻ്റെ ഇഷിതയുടെ ദാമ്പത്യ ജീവിതം. അത് നീ മനസ്സിലാക്കണം. നീ മുമ്പേ ചെയ്ത പണി എന്താണെന്ന് എനിക്കറിയാം. രചനയെ അടിച്ചുകൊണ്ട് പോയത് അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഈ തവണ നിനക്ക് തെറ്റുമോനെ. നീ എന്തൊക്കെ പറഞ്ഞാലും അന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഇഷിത. അത് അവള് വിശ്വസിക്കാനും പോകുന്നില്ല. പിന്നെ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കില്ലെന്ന് കരുതി ഇനി മേലാല് അവളുടെ അടുത്തേക്ക് ഇതുപോലത്തെ നമ്പറുമായിട്ട് വന്നാണ്ടല്ലോ, ഞാൻ ഒരു വരവും കൂടെ വരും, അന്ന് നിന്നെ ഞാൻ പെട്ടിയിലോ കിടത്തത്തോളം എന്ന് പറയണം. പിന്നെ വേറൊരു കാര്യം, നിന്റെ സ്വഭാവം നീ ഇവിടെ വെളിപ്പെടുത്തരുത്. നീ എങ്ങോട്ടെല്ലാം പോകുന്ന, ഏത് പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാടാ. പിന്നെ ഞാനായിട്ട് നിന്റെ ജീവിതത്തിൽ കൈ കടത്തുന്നില്ലെന്ന് ഓർത്തിട്ട് മാത്രം. പക്ഷെ മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നിനക്കും കൊള്ളാം. നീ അങ്ങനെ നടക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെയാന്ന് നീ കരുതരുത്. അറിയാലോ, നീ ഓരോന്ന് ചെയ്ത് കൂട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ കുറെ കാലം അനുഭവിച്ചേ. പക്ഷെ ഇനി എനിക്ക് അതിന് തയ്യാറില്ലടാ. ഇനി ഇഷിതയുടെ അടുത്ത് ഇങ്ങനത്തെ നമ്പറുമായിട്ട് വന്നേക്കല്ലേ. അറിയാലോ, നീ ആളും തരവും മാറിക്കളിക്കണം. ഇവിടെ നിന്റെ ഈ കളത്തിലെ പരിപ്പ് ഉപയോഗിക്കാനായിട്ട് നീ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്ന എല്ലാം വിളിച്ചു പറയണം മഹേഷ്. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, എടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ, പെണ്ണല്ലേ, നമുക്ക് കാണാന്ന് പറയണം. കാണാടാ, നീ എല്ലാ പെണ്ണുങ്ങളെ പോലെ അല്ലെങ്കിൽ കുറച്ച് പെണ്ണുങ്ങളെ പോലെ ആ ഒരു രീതിയിൽ എൻ്റെ ഭാര്യയെ കാണാൻ ശ്രമിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് നല്ല ദേഷ്യമായി. പിന്നീട് ആകാശം കൂടെ കോള് കട്ട് ചെയ്യുകയാണ്. മഹേഷിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഈ സമയത്ത് ഇഷിത അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇഷിതയോട് വന്നിട്ട് മഹേഷ് പറഞ്ഞു, അവന് കുറച്ച് സമാധാനമായെന്ന് തോന്നിയെന്ന് പറയണം. അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കുറച്ച് നാളായി അവൻ കിടന്ന് കളിക്കുന്നേ. അവന്റെ വിചാരം ഇഷിത എന്നെ തെറ്റിദ്ധരിക്കും, ഞാനും രചന കൂടെ ഒരു മുറിയിലാന്ന് പറഞ്ഞ ഉടനെ നീ എന്നെ തെറ്റിദ്ധരിച്ച് നമ്മൾ തമ്മിൽ ഉടക്കി പിരിയുന്ന, അത് നടക്കാതെ വന്നതിൻ്റെ ഒരു കലിപ്പ് അവന്റെ സ്വരത്തിലുണ്ടായിരുന്നു പറയണം. ഇഷിത പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ എന്താളും മഹേഷിനെ തെറ്റിദ്ധരിക്കാൻ വരുന്നില്ല. എനിക്കറിയാം മഹേഷ് എന്താ ഏതാന്നുള്ളതൊക്കെ. പിന്നെ ആരെങ്കിലും എന്തേലും പറഞ്ഞ ഉടനെ തീരാവുന്നല്ലോ നമ്മുടെ ദാമ്പത്യ ജീവിതം എന്നും പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ആകാശം നേരെ രചനയുടെ അടുത്തേക്ക് എല്ലുവാണ്. രചന അടുത്തെന്നിട്ട് പറഞ്ഞു, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മഹേഷ്. അവന്റെ പുണ്യവതിയായ ആ ഭാര്യയെക്കുറിച്ച്, പതിവ്രതയായ ഭാര്യയെക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ച. പക്ഷെ ഒരു കാര്യമുണ്ട്, 2 എണ്ണത്തിനെ ഞാൻ 2 പാത്രമാക്കിയിട്ട് ഇനി ആകാശിന് അടക്കമുള്ളൂ. അവന്റെ വിചാരം എന്ത് പറഞ്ഞാലും അവളതെല്ലാം തൊണ്ട തുടങ്ങാതെ വിഴുങ്ങും. കാരണം മഹേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളതെല്ലാം കേൾക്കും. കാരണം മഹേഷ് ഒരു തെറ്റും ചെയ്യാത്തവനാന്നൊക്കെ അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവളുടെ വെറും തെറ്റിദ്ധാരണ മാത്രം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇഷിതേനെയും മഹേഷിനെ ഞാൻ 2 2 പാത്രമാക്കും എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രചനയ്ക്കാണെങ്കിൽ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുവാണ്.
പിന്നീട് ആകാശിനോട് പറഞ്ഞു, അതെ എനിക്ക് അല്പസമയം ഇവിടുന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് മയങ്ങണം ആകാശേ എന്ന് പറയണം. ആകാശ് പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ആദിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം തൻ്റെ ഡാഡി വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ അങ്കിൾ എന്ന് പറയാൻ ദുഷ്ടൻ. ഒരുപക്ഷെ മമ്മിയുടെ കയ്യിലിരിപ്പോണ്ടാണോ അല്ല തൻ്റെ ഡാഡിയും മമ്മിയും തമ്മിൽ പിരിഞ്ഞ് എന്നൊരു ചിന്ത ആദ്യയുടെ മനസ്സിലേക്ക് വരിക. അപ്പം അവൻ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവനെ തെറ്റേതാ ശരിയാന്നൊക്കെ തിരിച്ചറിയാനുള്ള അറിവും പ്രായമൊക്കെ ആയി. അപ്പം അതിൻ്റെതായ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ആദിക്കുണ്ടായിരുന്നു. പിന്നീട് ആദ്യം എന്ത് ചെയ്യുകയാണ്, നേരെ രചനയുടെ അടുത്തേക്ക് വരികയാണ്. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രചന ഇങ്ങനെ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടു. പിന്നീട് രചനയെ വിളിക്കുകയാണ്. അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ രചന കണ്ണു തുറന്ന് നോക്കി. എന്താടാ മോനെന്ന് ചോദിക്കുകയാണ്. അതെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മമ്മി സത്യം പറയുമെന്ന് ചോദിക്കുക. എന്താ? അല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡാഡി ഉപേക്ഷിച്ച് മമ്മി പോകുന്നതാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രചനയിൽ ഒരു ഞെട്ടലുണ്ടായി. അതെന്താ ആദി ഇപ്പം നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, എൻ്റെ ഡാഡി പാവാനും തോന്നേ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിളിച്ച ഉടനെ മമ്മിയെ രക്ഷിക്കാൻ വരുമോ? ഡാഡി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഡാഡി വരുമോ? ഇപ്പം ഡാഡിക്ക് മമ്മിയോട് ഇഷ്ടം ഉണ്ടായിരിക്കും ഇപ്പോഴും, അതുകൊണ്ടല്ലേ വിളിച്ച ഉടനെ വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് രചനയൊന്നും മിണ്ടിയില്ല. അല്ല മമ്മി എന്തിനാ എൻ്റെ ഡാഡി ഉപേക്ഷിച്ച് മമ്മി ഇങ്ങോട്ട് പോന്നേ? ഇയാളെപ്പോഴും ദുഷ്ടൻ്റെ അടുത്തേക്ക്. അതുകൊണ്ടല്ലേ എനിക്കിപ്പം രണ്ടുപേരുടെ സ്നേഹം കിട്ടാത്തെ. എനിക്ക് വേണ്ടത് ഡാഡിയുടെ മമ്മിയുടെ സ്നേഹമാണ് വേണ്ടത്. രണ്ടുപേരുടെ സ്നേഹം ഒരേപോലെ അനുഭവിക്കാനുള്ള യോഗം ഇല്ലാതെ പോയത് എനിക്ക് മാത്രമല്ല, ചിപ്പിമോൾക്കും അങ്ങനെ തന്നെയല്ലേ. ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, മോനെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, എൻ്റെ ഡാഡി പാവമായിരുന്നു എനിക്ക് മനസ്സിലായി. എല്ലാവരും കൂടെ എന്നെ ഓരോന്ന് പറഞ്ഞ് തെറ്റിക്കുമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡാഡിയുടെ അടുത്തേക്ക് അങ്ങ് പോയെന്ന് വരുമെന്ന് പറയാം. രചന ചോദിച്ചു, നീ എന്താടാ ആദ്യം പറയണേന്ന് ചോദിക്കുക. അത് മമ്മി ശരിക്കും ഡാഡി പാവാ. ഇവിടെ ഞാൻ എത്ര നാളെ ഇങ്ങനെ നിൽക്കുന്നേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഡാഡിയുടെ അടുത്തേക്ക് പോവാം. ഡാഡിയുടെ കൂടെയാണ് സുഖമായിട്ട് ജീവിക്കുക. ഇപ്പം ചിപ്പിക്ക് സങ്കടമല്ലേ, ചിപ്പിക്കും ശരിക്കുള്ള അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം രചനയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ആദ്യയുടെ മുമ്പിൽ താൻ കുഞ്ഞതായി പോകുന്ന രചനയ്ക്ക് തോന്നുവാണ്. പിന്നീട് രചന വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെയൊന്നും പറയരുത്, അങ്കിളിന് കേൾക്കല് അങ്കിളിന് സങ്കടം ആവില്ല എങ്ങനെ ചോദിക്കുക. സങ്കടം അയാൾക്ക് സങ്കടമൊന്നും ഇല്ലെന്ന് പറയാം. നീ എന്താ അത് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ അത് എൻ്റെ ഡാഡിനെ അങ്ങനെ കണ്ണെടുത്ത കാണത്തില്ല, എന്നെ ഇഷ്ടമില്ല, പിന്നെ മമ്മീനെ ഇപ്പം ഇഷ്ടമില്ലോ, മമ്മിയായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇഷിത രചന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം, അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണെന്ന് പറയണം. തോന്നലൊന്നുമല്ല മമ്മി, വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട. ഞാൻ പഴയ കുഞ്ഞു കൊച്ചൊന്നും അല്ല, ആ ചെറിയ കൊച്ച ആദ്യമൊന്നും അല്ല. എനിക്ക് കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന പ്രായമൊക്കെ കഴിഞ്ഞെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം രചനയ്ക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല. അവൻ്റെ മുന്നിൽ ചെറുതായിരിക്കുന്ന പോലെ ഒരു തോന്നലുണ്ടാവുകയാണ്. പിന്നീട് മാധവ് ആഷിതയുടെ അടുത്തേക്ക് വരുവാണ്. ആഷിതയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലേ ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? മുമ്പേ അമ്മയോട് പറയുന്ന കേട്ടല്ലോ, ആകാശ് മേനോന് അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് അയാളെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതോ? അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആകാശ് മേനോനാണ്. അമ്മയും ആകാശ് മേനോനും തമ്മിൽ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷിതയുടെ കാര്യങ്ങളും മഹേഷിന്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടാണ് ആകാശ് മേനോൻ അമ്മയോട് വിളിച്ചു പറയുന്നത്. ഇപ്പൊ തന്നെ രചനയുടെ അടുത്തേക്ക് മഹേഷ് പോയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ആകാശ് മേനോൻ വിളിച്ചു പറഞ്ഞാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മാതിച്ചു, ഓഹോ അപ്പം അവൻ അത്രക്കാരനായിരുന്നല്ലേന്ന് ചോദിക്കണം. അതെ ശരിക്കും പറഞ്ഞാൽ രചനയെ അവൻ ഇപ്പം രചനയെ വെച്ച് മുതലായിക്കൊണ്ടിരിക്കുമെന്ന് പറയണം. രചനയെ അത് മനസ്സിലാക്കാതെ പോകുന്നതെന്ന് പറയാം. ആ സമയത്ത് മാധവ് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇവിടെ അമ്മയ്ക്കൊരു ബോധവും പൊക്കണമൊന്നും ഇല്ലേ എടുത്തി, അല്ലെങ്കിൽ തന്നെ ബോധമുള്ളതാണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമോ? ഒന്നുമല്ലെങ്കിലും ഒരു കുഞ്ഞ്, തൻ്റെ മകൻ്റെ കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ അവളുടെ മനസ്സിലേക്ക്, ലയയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറയ്ക്കുമോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. എൻ്റെ അമ്മ നല്ലതായിരുന്നെങ്കിൽ പണ്ടേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് പറയണം. ഈ സമയത്ത് ആഷിത പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് മാധവ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇഷിതയുടെ കാര്യം അറിയാലോ. ഈ സമയത്ത് മാധവ് ചോദിച്ചു, അല്ല ശരിക്കും പറഞ്ഞാൽ മഹേഷ് രചനയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിക്കുക. എന്ത് കണക്ഷൻ? അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ലാന്ന് തോന്നേ, ആദ്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയത്, അല്ലാതെ വേറൊന്നും ഇല്ല മാധവേന്ന് പറയണം. ഇഷിതയ്ക്ക് മഹേഷിന് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇഷിത അങ്ങനെ തന്നെ പറഞ്ഞെന്ന് പറയണം. ഈ സമയത്ത് മാധവ് വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ അല്ലേ? എന്ത് പ്രശ്നം? അവർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. അവര് നന്നായിട്ട് ജീവിക്കുന്നേ. മഹേഷിന് ഇഷിതയെ ഇഷ്ടമാണ്, ഇഷിതയ്ക്ക് മഹേഷിന് ഇഷ്ടമാന്ന് പറയണം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പണി ഒപ്പിക്കാണ്ട് ഈ ആകാശ് മേനോനോടെപ്പോഴുള്ളവർ ഇടയ്ക്ക് കയറുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളൂ. പക്ഷേ എങ്കിൽ ആകാശ് മേനോൻ എന്തൊക്കെ പറഞ്ഞാലും ഇഷിത വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അത് മാത്രമല്ല മഹേഷും അതുപോലെ തന്നെയാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, ഇനിയിപ്പം ഇതായിരിക്കും ഇനിയിപ്പം മനസ്സിൻ്റെ അമ്മയുടെ ഏറ്റവും പ്രധാന ചർച്ച.
ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് അമ്മയ്ക്കുള്ളതായി. കാരണം ഇത് പറഞ്ഞ് എന്നെ കുത്തി നോവിക്കാലോ എന്ന് പറയണം. മാധവ് പറഞ്ഞു, അതെ ഏടത്തി അന്നും കാര്യമായിട്ട് എടുക്കണ്ട, അമ്മയുടെ സ്വഭാവം അറിയാലോ, മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ചിപ്പിമോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. ചിപ്പിമോളുടെ മനസ്സിലേക്ക് ആദ്യം വരുവാണ്, ആദ്യേണ്ണനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ശരിക്കും 2 ദിവസം ആദ്യേണ്ണൻ ഉണ്ടായിരുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നീട് ചിപ്പിമോളുടെ അടുത്തേക്ക് ഇഷ്ടം തോന്നി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ പറഞ്ഞു, അതെ ആദ്യേണ്ണനെ ഒന്ന് വിളിക്കാമെന്ന് ചോദിക്കും. അതെന്താ, എനിക്കെന്തോ ആദ്യേണ്ണനെ കാണാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഇന്നലെയൊക്കെ എന്ത് രസമായിരുന്നു, ആദ്യേണ്ണനും ഞാനും കൂടെ എത്ര സമയം വർത്താനം പറഞ്ഞു കളിക്കുകയൊക്കെ ചെയ്യുന്ന ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പം ഇഷത പറഞ്ഞു, അല്ല ഇപ്പം വിളിക്കണമെന്ന് ചോദിക്കുകയാണ്, ഒന്ന് വിളിച്ചു തരാമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം ഇഷത വിളിച്ചു കൊടുക്കുകയാണ്, ആദ്യയെ വിളിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ചിപ്പിമോള് സംസാരിക്കുകയാണ് ആദ്യയോട്, ആദ്യേണ്ണൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നേ, എനിക്ക് ആദ്യേണ്ണനെ കാണാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ആദ്യക്കും ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം തന്നെ പോലൊരു വേദന അവൾക്കും ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ താൻ അവളുടെ ചേട്ടനായിട്ട് അവളുടെ അരികിലുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇത്ര സങ്കടം വരത്തില്ലായിരുന്നു. അവൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.